എന്തെന്നാണ് കറി വെക്കാൻ വേണ്ടി കിട്ടീനേ? കറി വെക്കാൻ ഈ പെരുമഴക്ക് എന്തെന്ന് കിട്ടേണ്ടത്? ഉണക്കേ ആശ്രയം. അപ്പോൾ കുറച്ച് ഉണക്ക് നത്തൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തലയും വാലും നുള്ളി ഈ പരുവത്തിൽ എടുത്ത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇനി നമുക്കിനൊന്ന് അലങ്കരിക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു നുള്ളു മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഈനെ നന്നായി ഒന്ന് കോരട്ടി പെരക്കിയെടുക്കുക. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ കല്ലുപ്പിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. കല്ലുപ്പില്ലെങ്കിൽ പൊടിച്ചിടുക, അല്ലെങ്കിൽ പൊടിയുപ്പ് തന്നെ ഇട്ടെടുക്കുക കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഇതിന് മുളകും മഞ്ഞൾപ്പൊടിയെല്ലാം പിടിച്ചിട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചീനച്ചട്ടി കഴുകി എടുത്തിട്ട് അടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി കഴുകിയിട്ട് നമ്മളെന്ത് ഗ്യാസിൻ്റെ മേലെ വെച്ച് ഗ്യാസ് അങ്ങ് കത്തിച്ച്, ഇനി എന്ത് വേണം, ഇതിൽ കുറച്ച് വെള്ളപ്പറ്റുണ്ടാവുമല്ലോ, അതിങ്ങനെ ചൂടാകുമ്പോൾ ഇങ്ങനെ പതച്ച് അത് മൊത്തത്തിൽ വറ്റിത്തീരും. ചീനച്ചട്ടിയിലെ വെള്ളമെല്ലാം എന്ത് ചെയ്ത് വറ്റി അങ്ങ് തീർന്ന് നല്ല ചൂടായി വന്നിട്ടുണ്ട് ചീനച്ചട്ടി. കണ്ടോ, ഇതിലൊരു വെള്ള കലകോല കണ്ടോ, നമ്മളെവിടെയുള്ള വെള്ളം ഉപ്പ് നഞ്ചുള്ളത് കൊണ്ടാന്നിട്ടാ വെള്ളം പറ്റിയ സമയത്ത് ഇതുപോലെ ചെറിയൊരു വെള്ള കല വന്നത്. അതിലേക്ക് ഇനി എന്ത് ചെയ്യുക, നമ്മളൊരു നുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഇച്ചിരി ജാസ്തി ആയോ എന്നൊരു സംശയം ഇല്ലാതില്ല. സാരമില്ല, ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല എന്ന് പറയും പോലെ ആയിരിക്കാൻ പറ്റില്ല ഒരു ക്രിയബദ്ധം. നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇല്ല, കണക്ക് തന്നെ വെളിച്ചെണ്ണ. നമ്മളെന്ത് ചെയ്ത് ഈ പെരക്കി വെച്ച നത്തലിനെ ആ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി കണ്ടോ, എണ്ണ നന്നായിട്ട് വെട്ടിത്തിളക്കുന്നത് കൊണ്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടി മറന്നു പോലെ കരിഞ്ഞ് പണ്ടാരടങ്ങിപ്പോയില്ലെങ്കിൽ. ഇനി നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കാം കേട്ടോ. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ കളറ് മാറി ഏകദേശം ചെറിയ നമ്മൾ ഈ പൊരിച്ച മീൻ്റെല്ലാം കളറ് വരുന്നില്ലേ, ആ ഒരു കളറിലാകുമ്പോഴത്തേക്ക് നമ്മളെ വറവ് റെഡിയായി. രണ്ടും നമ്മളങ്ങനെ നെത്തൽ